ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിലെല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളെല്ലാം അടുത്തുള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഒരു കാര്യമെല്ലാം കാണിക്കുന്നതിന് വേണ്ടി ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും കൂടെയെല്ലാം ഉള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലും എല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായി ചിലപ്പോഴെല്ലാം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ലിങ്കുകളെല്ലാം വരാറുണ്ട്. അതിനാൽ തന്നെ ഇങ്ങനെ നമുക്കൊരു പ്രശ്നമെല്ലാം വരാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നാണം കെടാതിരിക്കാൻ വേണ്ടിയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ബ്രൗസിംഗ് എല്ലാം ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്നെല്ലാം നോക്കാം. ഉദാഹരണമായി ഇപ്പോൾ ഞാൻ ഇവിടെ യോഗയെക്കുറിച്ചെല്ലാം തന്നെ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം താഴേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായി ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഇപ്പോൾ ഇവിടെ എൻ എന്ന് വന്നിരിക്കുന്നതാണ് ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ സെറ്റിങ്സ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ മോർ സെറ്റിംഗ് എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നതിലാണ് നമ്മൾ പോകേണ്ടത്. ഇതിൽ പോകുന്ന സമയത്ത് ഇവിടെ താഴെയായി നിങ്ങൾക്ക് സെർച്ച് പേഴ്സണലൈസേഷൻ എന്നതിന് താഴെയായി സേഫ് സെർച്ച് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി നിങ്ങളിത് മനസ്സിലാക്കുക. ഈ സേഫ് സെർച്ച് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് ഓഫായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഹെൽപ്സ് യു ടു മാനേജ് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഇൻ യുവർ സെർച്ച് റിസൾട്ട് ലൈക്ക് സെക്ഷുവൽ ആക്ടിവിറ്റി ആൻഡ് ഗ്രാഫിക് വയലൻസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്രാഫിക് വയലൻസ് അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ടിവിറ്റി ഒന്നും നമ്മുടെ സെർച്ചിൽ വരേണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. ഇവിടെ 2 സെറ്റിംഗ് എല്ലാം മുകളിൽ തന്നിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ബ്ലർ എന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എല്ലാം കാണാൻ സാധിക്കുമെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ബാഡായ ഇമേജ് എല്ലാം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇമേജ് എല്ലാം വരികയാണെങ്കിൽ ഇതെല്ലാം ബ്ലർ ചെയ്യുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഫിൽട്ടർ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഹെൽപ്പ് ഫിൽട്ടർ ഔട്ട് എക്സ്പ്ലിസിറ്റ് ഇമേജ് ടെക്സ്റ്റ് ആൻഡ് ലിങ്ക്സ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്തായിരിക്കും നമുക്ക് സെർച്ച് റിസൾട്ട് എല്ലാം വരിക. അതിനാൽ തന്നെ ഈ ഫിൽട്ടർ കൊടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലർ ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇതിലേതെങ്കിലും ഒന്നെല്ലാം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഒഴിവാക്കാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്